യഥാർത്ഥത്തിൽ ഈ പ്രദേശം മുഴുവൻ അരിച്ചു പറക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി വനംവകുപ്പ് അധികൃതർ. ഭാര്യയും കാണാൻ കഴിയുന്നില്ല. അവർ യഥാർത്ഥത്തിൽ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങി മടങ്ങി വരുമ്പോഴാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത്. ആന ഇയാളെ പിടികൂടി എറിഞ്ഞു കൊല്ലുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരിക്കും വളരെ സങ്കടകരമായ കാര്യമാണ്. നമ്മൾ ഇടുക്കി ജില്ലയിലെ പെരുവന്താനത്തുണ്ടായ സംഭവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വയനാട്ടിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം ഉണ്ടായ സംഭവമാണിത്. ഇത് പുറം ലോകം അറിയാൻ കുറച്ച് താമസിച്ചു പോയി. കാരണം ഇതൊരു വനപ്രദേശമാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ പ്രദേശത്ത് താമസിക്കുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 45 വയസ്സുകാരനാണ് ദാരുണമായ അന്ത്യമുണ്ടായത്. കാപ്പാട് ഉന്നതിയിലെ മനുവാണ് മരിച്ചത്. മനുവിൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന രീതിയിലുള്ള വാർത്തകളൂടി പരക്കുന്നു. ഇപ്പോൾ ഭാര്യയ്ക്കായിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ് അവിടെ. നമുക്കിപ്പം സുർജിത്ത് അയ്യപ്പത്ത് വീണ്ടും ചേരുന്നു. സുർജിത്ത്, വിശദാംശങ്ങൾ. SKN, ഈ പ്രദേശം എന്ന് പറയുന്നത് ഒരു തേയിലത്തോട്ടത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഒരു ഭാഗം വനമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു മൃതദേഹം കാണപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മനുവിന്റെ ഭാര്യയ്ക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. പോലീസും ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആംബുലൻസിലേക്ക് മൃതദേഹം മാറ്റാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. എവിടെയാണ് ഭാര്യ പോയത്, അതായത് ഭാര്യയെ കാണില്ല എന്നുള്ളതാണ് ഒരു ദുരവസ്ഥ. എന്തായാലും ഇവർ അയ്യങ്കൊല്ലി ഭാഗത്ത് ഈ കാപ്പാട് ഉന്നതിയിലേക്ക് വന്നതാണ് നമുക്ക് ലഭ്യമാകുന്നു. ഇവിടെ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന ഒരു പോലീസ് എത്തിയിട്ടുണ്ട്. ഒപ്പം മാറ്റാൻ ആംബുലൻസ് എത്തിയിട്ടുണ്ട്. അത്തരം സജ്ജീകരണങ്ങൾ സംവിധാനങ്ങളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. മാറ്റാൻ ഒരുപാട് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഭാഗത്ത് ഈ കൃഷി ഉൾപ്പെടെ നടത്തുന്നുണ്ട്. വിരലെണ്ണാവുന്ന കുടുംബങ്ങൾ മാത്രമാണ് പ്രദേശത്തുള്ളത്. ആണ് ഉള്ള ഒരു പ്രദേശത്താണ് ഇങ്ങനെ കാട്ടാന ആക്രമണം ഉണ്ടായത്. പൂർണ്ണമായി ഇത് വ്യക്തിയുടെ സംസ്ഥാന അതിർത്തിയായ നൂൽപ്പുഴയിലും കാട്ടാനാക്രമണം ഉണ്ടായി. ഒരാൾ മരിച്ചു. മനുവാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം നടന്നത്. പുറം ലോകത്തേക്ക് ഈ വാർത്ത എത്താൻ കുറച്ച് വൈകിപ്പോയി. കടയിൽ പോയി സാധനം വാങ്ങി വരുമ്പോഴാണ് മനുവിനെയും ഭാര്യയെയും ഈ ആന ആക്രമിച്ചെന്നാണ് പറയുന്നത്. ആന ഇയാളെ മനുവിനെ പിടികൂടി എറിഞ്ഞു കൊല്ലുകയായിരുന്നു. 45 വയസ്സ് മാത്രം പ്രായമുള്ള മനു നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ താമസക്കാരനായിരുന്നു. ശരിക്കും വളരെ കുറച്ച് കുടുംബങ്ങൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. ഇത് അതിർത്തിയാണ്, ഒരുപാട് വനപ്രദേശമാണ്. ശരിക്കും ഈ വനപ്രദേശത്ത് നിന്ന് ഭാര്യയ്ക്കൊപ്പം കടയിൽ പോയി മടങ്ങുമ്പോഴാണ് ഇദ്ദേഹത്തിനെ കാട്ടാന ആക്രമിച്ചതും എറിഞ്ഞ് കൊലപ്പെടുത്തിയതും. ഇപ്പോൾ ഭാര്യയെ കാണാനില്ല എന്ന വാർത്ത കൂടി വരുമ്പോൾ ഒരു നാട് മുഴുവൻ നടുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ഈ പറയുന്ന പ്രദേശത്തുള്ളത്. നിങ്ങൾക്കറിയാം, ഈ വനാതിർത്തി ആയതുകൊണ്ടും വനപ്രദേശമായതുകൊണ്ടും ഈ മൊബൈൽ ടവറിൻ്റെ സിഗ്നലുകൾ അത്ര സ്ട്രോങ് അല്ല അവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടെലിഫോണിലുണ്ടായിരുന്ന സുർജിത്തിനെ വാർത്തകൾ പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. കൂടുതൽ വീണ്ടും തീർച്ചയായിട്ടും നമ്മുടെ വാർത്താ സംഘം അവിടെയുണ്ട്. അവർ കൂടുതൽ വാർത്തകളുമായി നമുക്കൊപ്പം ചേരും. പ്രത്യേകിച്ചും ഭാര്യയെ കണ്ടെത്താനുള്ള തെരച്ചിലിനാണ് ഇപ്പോൾ ശ്രമം. മാത്രമല്ല, ഈ നൂൽപ്പുഴയിലും ആനക്കല്ലി അനുഭവപ്പെട്ടതോടെ കേരളത്തിൽ ഓരോ ദിവസവും മരിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. പണ്ട് ഒരാഴ്ചയിൽ ഒരാളായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം 2 പേർ എന്ന കണക്കിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കാട്ടുമൃഗങ്ങൾ, ആനയും പുലിയും കടുവയും ഒക്കെ നാട്ടിലേക്ക് ഇറങ്ങി നമ്മുടെ സ്വൈരജീവിതം തകർക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിസ്സഹായരായി നമുക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. ഇല്ലെങ്കിൽ മനുവിനെ പോലെയുള്ള ആളുകളുടെ അനുഭവം ഇവിടെ ആവർത്തിക്കപ്പെടും.